മുല്ല ഹസൻ സബക്ക് 32 പേജ് 25. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഇല്ലാ അൻ യുഖാല മുറാദുഹും മിനൽ ഇദ്റാക്കി ഹുസൂലുസ് സൂറത്തി. നടന്നുകൊണ്ടിരിക്കുന്ന ചർച്ച, ചില ആളുകൾ പറഞ്ഞു ഇദ്ആൻ ഇദ്റാക്കല്ല. അപ്പൊ അത് ഗണ്ണിച്ചുകൊണ്ടുള്ള ചർച്ചയാണ് മേലെ കഴിഞ്ഞത്. എന്നാൽ അവരെ വാദം ശരിയാക്കാൻ, അവരാ കലാമ് ശരിയാക്കാൻ എന്താ ചെയ്യുക? എന്തെങ്കിലും ഒരു മറുപടി അതിന് പറഞ്ഞു വെക്കണമല്ലോ. അതിന് പറയാണ്, അവരെ ആ ബഅദിന്റെ മദ്ഹബ് സഹീഹാക്കാൻ വേണ്ടി ഇങ്ങനെ പറഞ്ഞാലൊഴികെ, ഇല്ലാ യുക്കാല പറഞ്ഞാലൊഴികെ, മുറാദുഹും അവരെ മുറാദ്, ഏതിനാലുള്ള മുറാദ്? ഇദ്ആൻ ആരല്ല, ഇദ്റാക്കല്ല എന്നതിനാല് അന്നൽ ഇദ്ആന ലൈസ ബി ഇദ്റാക്കിന്നാണവർ പറഞ്ഞത്. ഇദ്ആൻ ഇദ്റാക്കല്ല എന്നതിനാലുള്ള മുറാദ്, അവിടെ ഇദ്റാക്കിനാലുള്ള മുറാദ് ഹുസൂലുസ് സൂറത്തി, ഹുസൂലുസ് സൂറത്ത് എന്നാണ്. നേരത്തെ ശാരിയന് മാന കൊടുത്ത് ബിമാന അന്നഹു ലൈസ മൻശാലിൽ ഇൻകിശാഫിന, ഇൻകിശാഫിന്റെ മൻശയല്ല എന്ന് പറഞ്ഞാൽ ആ ഇദ്ആന് കൊണ്ട് എന്തുണ്ടാവില്ല, ഇൻകിശാഫ് ഉണ്ടാവില്ല എന്ന അർത്ഥത്തിനാണ് അത് ഇദ്റാക്കല്ല എന്ന് പറഞ്ഞതെന്നാണ്. അതിനാണ് മേലെ ഗണ്ണിച്ചത്. എന്നാൽ അവിടെ ഇദ്റാക്കിന് ഇങ്ങനെ മാന വെച്ചാൽ ഏത് മാന? ഇദ്റാക്ക് എന്ന് പറഞ്ഞാൽ ഹുസൂലുസ് സൂറത്ത് എന്നാണ്. ഹുസൂലുസ് സൂറത്തി ഏത്? ഹുസൂലുസ് സൂറത്ത് ഏത് മാനാക്ക്? മാന സൂറത്തുൽ ഹാസിലത്തി, അസൂറത്തുൽ ഹാസിലത്തിന്റെ മാനാക്കുള്ള ഹുസൂലുസ് സൂറത്ത് എന്ന് പറഞ്ഞാല്, ഹുസൂലുസ് സൂറത്ത് എന്നുള്ള ഹുസൂലിനെ സൂറത്തിലേക്കുള്ള ഇദാഫത്ത്, സിഫത്തിന്റെ മൗസൂഫിലേക്കുള്ള ഇദാഫത്താണ്. അപ്പോ സൂറത്തുൽ ഹാസിലത്ത് എന്നാണ് അതിന്റെ മാന. ഹാസിലായ സൂറത്ത്, ഹൃദയത്തിൽ ഹാസിലായ സൂറത്ത് എന്ന് ഇദ്റാക്കിന് മാന വെക്കുക. അപ്പൊ ഇത് ഞാൻ ഇദ്റാക്കല്ല എന്ന് പറഞ്ഞാൽ അത് സൂറത്തുൽ ഹാസിലത്തു മിനശ്ശൈഇ എന്ന മാനാക്കുള്ള ആരല്ല, ഇദ്റാക്കല്ല എന്നാണ് അവരുടെ മുറാദ് എന്നതിന്റെ മേൽ ഹംദ് വെച്ച് ചെയ്താലോചിച്ച്. വലാശക്ക സംശയമല്ല, അന്നൽ ഇദ്ആന ഇദ്ആനാകുന്നത് ലൈസ ബി സൂറത്തിൻ ഹാസിലത്തിൻ ലിശൈഇ, ഒരു ഷൈഇന്റെ ഹാസില, ഹൃദയത്തിലെ ഹാസില സൂറത്തല്ല ഇദ്ആൻ എന്നതിൽ സംശയമില്ലല്ലോ. അപ്പൊ അത് സൂറത്തുൻ ഹാസിലത്ത് അല്ല എന്ന മാനാക്കാണ് ഇദ്ആൻ അല്ല, ഇദ്റാക്കല്ല എന്ന് പറഞ്ഞത് എന്ന് വെച്ചാലൊഴികെ. വൈൻകാന മൻശാലിൽ ഇൻകിശാഫി, ഇൻകിശാഫിന്റെ മനുഷ്യ ആണെങ്കിലും, ഇദ്റാക്കല്ല എന്ന ഇൻകിശാഫിന്റെ മനുഷ്യ അല്ല എന്ന മാനാക്കാണ് നേരത്തെ വെച്ചത്. അതനുസരിച്ച് അതിനെ എതിർത്തത്. മൻശൗലിൽ ഇൻകിശാഫ് അല്ല എന്നുള്ള മാനാക്കല്ല, മൻശൗലിൽ ഇൻകിശാഫ് തന്നെയാണ്. അതുകൊണ്ട് എന്താകുന്നുണ്ട്, ഇൻകിശാഫ് ആകുന്നുണ്ട്. അപ്പൊ മൻശൗലിൽ ഇൻകിശാഫ് അല്ല എന്ന മാനാക്കല്ല ഇദ്റാക്ക, പിന്നെ മൻശൗലിൽ ഇൻകിശാഫ് എന്ന മാനാക്ക് ഉള്ള ഇദ്റാക്കിനെ അല്ല നഫി ചെയ്തത്, മറിച്ച് സൂറത്തുൽ ഹാസിലത്തിന്റെ മാനാക്കുള്ളതാണ്. അത് ഈ ഇദ്റാക്ക് എന്ന് പറഞ്ഞ സൂറത്തുൽ ഹാസിലത്ത് അല്ല എന്ന കാര്യം സംശയമില്ലല്ലോ. ഫൈന സൂറത്ത, കാരണം സൂറത്ത് എന്ന് പറഞ്ഞാൽ ഇബാറത്തുൻ, അത് ഇബാറത്താണ്. അനഷയിൽ ഹാസുൽ ഫിദ്ദീനി, അനഷയി ഒരു ഷെയ്നെ തൊട്ട്. എങ്ങനത്തെ ഷെയ്? അൽ ഹാസുൽ ഫിദ്ദീനി ദീനിൽ ഹാസുല ഷെയ് മിനൽ ഖാരിജി, ഖാരിജിൽ നിന്ന്. ബാദ ഹദഫിൽ മുഷഖസാത്തി, അതിന്റെ മുഷഖിസാത്തിനെ, അത് ആ വസ്തുവിനെ തഈനാക്കുന്ന മുഅയ്യിനാത്തായ ഔസാഫുകളെ കളഞ്ഞതിന് ശേഷം ഒരു വസ്തുവിൽ നിന്ന് ഹാസിലാകുന്ന ഒരു ഷെയ്നാണ് എന്തെന്ന് പറയാ, സൂറത്ത് എന്ന് പറയാ. സെയ്ദിന്റെ സൂറത്ത് എന്ന് പറഞ്ഞാല് സെയ്ദിന്റെ ആ മുഷഖിസാത്തൊക്കെ, അവന്റെ ദണ്ണവും വണ്ണവും തടിയും നീളവും വലുപ്പമൊക്കെ അതിനൊക്കെ കളഞ്ഞതിന് ശേഷം അതിൽ നിന്ന് ഹൃദയത്തിൽ ഹാസിലാകുന്ന ഒന്നിനാണ് സൂറത്ത് എന്ന് പറയാം. തജറുദിഹ, ആ മാഹിയത്തിനെ തനിപ്പിച്ചതിന് ശേഷവും, അനിൽ മാദ്ദത്തി അതിന്റെ മാദ്ദയെ തൊട്ട് തനിപ്പിച്ചതിന് ശേഷവും, തജ്രീദൻ താമൻ ഔ നാഖിസൻ പൂർണ്ണമായോ അല്ലെങ്കിൽ ഭാഗികമായോ തനിപ്പിച്ചതിന് ശേഷം.
അഥവാ പൂർണ്ണമായോ ഭാഗികമായോ എന്ന് പറഞ്ഞാൽ ഒന്നിരിക്കൽ ജമിയോ തശഖുസാത്തിനെ തൊട്ട് അല്ലെ ബാദു തശഖുസാത്തിനെ തൊട്ട് തനിപ്പിച്ചതിന് ശേഷം. അപ്പൊ അങ്ങനത്തെ സൂറത്തല്ല. വല്ലിദാനു ഇദാനാവുന്ന മിനൽ കൈഫിയാത്തി നഫ്സാനിയത്തി, നഫ്സാനിയായ കൈഫിയാത്തിൽപ്പെട്ടതാണ്. നഫ്സിനുണ്ടാകുന്ന ചില അവസ്ഥകൾ, സന്തോഷം ദുഃഖം പോലെ ഒരു അവസ്ഥ തന്നെ നഫ്സിനുണ്ടാകുന്ന, ഹൃദയത്തിനുണ്ടാകുന്ന ഒരു അവസ്ഥയാണ് ഇദാൻ എന്ന് പറയുന്നത്. അന്നാശിയത്തി ഫീഹ, അന്നാശിയത്തി ഫീഹ, ആ അരിൽ നഫ്സിൽ ഉത്ഭവിക്കുന്ന നഫ്സാനിയായ കൈഫിയാത്തിൽപ്പെട്ടതാണ് ഇദാനെന്ന് പറയുന്നത്. അത് സൂറത്തല്ല. അപ്പൊ പിന്നെ അവിടെ വേറൊരു ഇഷ്കാല് വരുമല്ലോ എന്നാ. എന്താ ഇഷ്കാല്? പിന്നെ ഇദാൻ ഇദ്റാക്കല്ല. ഏത് മാനാക്കുള്ള? സൂറത്തുൻ ഹാസിലത്തിന്റെ മാനാക്കുള്ള ഇദ്റാക്കല്ല എന്ന് പറയുമ്പോൾ അപ്പൊ അത് ഇൽമല്ല എന്ന് വരൂലേ? കാരണം ഇൽമു എന്ന് പറഞ്ഞാൽ സൂറത്തുൽ ഹാസിലത്ത് ബിൻ ഷൈഇൻ തലഖ്ലി എന്നൊക്കെ ആണല്ലോ ഇൽമിന് താരിഫ് പറയാറുള്ളത്. അപ്പൊ അത് സൂറത്തുൽ ഹാസിലത്തല്ല എന്ന് പറയുമ്പോൾ ഇൽമല്ല, ഇൽമിന്റെ ഖിസ്മിൽ പെടൂല എന്ന് വരുമല്ലോ എന്നതിന് മറുപടി പറയാണ്, അതില്ലാതെ മുസന്നിഫിന്റെ ഇബാറത്ത് അനുസരിച്ച് വരൂല. കാരണം മുസന്നിഫ് ഇൽമിന് മാന പറഞ്ഞത് സൂറത്തുൽ ഹാസിലത്ത് എന്നല്ല, മറിച്ച് എന്താണ് അൽ ഹാദിറു ഇൻദൽ മുദ്രിക്ക് എന്നാണ് താരിഫ് പറഞ്ഞിട്ടുള്ളത് എന്ന്. സുമ്മഹാദ, പിന്നെ ഏത് ഇദ്റാക്ക് സൂറത്തുൽ ഹാസിലത്തിന്റെ മാനാക്കാണ് എന്നതിന്റെ മേൽ ഹംല ചെയ്യൽ ലാ യദുറുൽ മുസന്നിഫ, മുസന്നിഫിന് അത് ബുദ്ധിമുട്ട് വരുത്തൂല. ഫഇന്നഹു ഖാല, കാരണം മുസന്നിഫ് പറഞ്ഞത് ഹുവൽ ഹാദിറു ഇൻദൽ മുദ്രിക്കി, ഫഇന്നഹു ഖാല ഹുവൽ ഹാദിറു ഇൻദൽ മുദ്രിക്കി. ഇൽമു എന്ന് പറഞ്ഞാൽ അൽ ഹാദിറു ഇൻദൽ മുദ്രിക്കി എന്നാ മുസന്നിഫ് പറഞ്ഞ, മുദ്രിക്കിന്റെ അടുക്കൽ ഹാദിറായത് എന്നാ. എന്നല്ലാതെ എന്ത് പറഞ്ഞിട്ടില്ല? സൂറത്തുൽ ഹാസിലത്ത് ഇത് പറഞ്ഞിട്ടില്ല. അങ്ങനെയാണെങ്കിലല്ലേ ഇദ്റാക്ക് ഇതാണ് സൂറത്തുൽ ഹാസിലത്ത്, അല്ലെങ്കിൽ ഇൽമെന്ന് പുറത്തുള്ളൂ. വമാ ഖദ ലഫ്ള സൂറത്തി, സൂറത്ത് എന്ന താരീഫ് മുസന്നിഫ് പിടിച്ചിട്ടേ ഇല്ല താരീഫില്. അപ്പൊ അതുകൊണ്ട് അത് മുസന്നിഫിന് ബുദ്ധിമുട്ട് വരുത്തൂല. വഇല്ലാ ഫതസവ്വുറുൻ സാദജുൻ അലിൽമു ഇൻകാന ഇദാനൻ ലിനിസ്ബത്തി, ഇൽമ് നിസ്ബനെ ഖബരിയായ താമായ ലിനിസ്ബത്തിൻ ഖബരിയത്തിൻ, ഖബരിയായ താമായ നിസ്ബനെ ഇദാൻ ചെയ്യലാണെങ്കിൽ അത് തസ്ദീഖാണോ? ഇല്ല, അങ്ങനല്ലെങ്കിൽ ഖബരിയായ താമായ നിസ്ബനെ ഇദാൻ ചെയ്തിട്ടില്ലെങ്കിൽ ഫതസവ്വുറുൻ സാദജുൻ, അത് തസവ്വുർ സാദജാണ്. സാദജ് എന്ന് പറഞ്ഞാല് തനിച്ചത് ഒറ്റപ്പെട്ട് എന്നൊക്കെയാണ്. അവിടെ ഇദാന് ഇല്ലല്ലോ, അതുകൊണ്ടാണ് സാദജ് എന്ന് പറഞ്ഞത്. ഇതിൽ കുറെ സൂറത്ത് പെടും. ഖബരിയ താമ്മാ നിസ്ബനെ ഇദാൻ ചെയ്യലില്ലെങ്കിൽ അത് തസവ്വുർ സാദജാണ്. അപ്പൊ തസവ്വുർ സാദജിൽ കുറെ ഖിസ്മുകൾ പെടും. തീരെ എന്തില്ല, ഖബരിയ നിസ്ബല്ല. അല്ലെങ്കിൽ നിസ്ബ തന്നെയില്ല, തീരെ നിസ്ബല്ലാതിരിക്കാതെ തീരെ നിസ്ബ തന്നെയല്ല, അല്ലെങ്കിൽ നിസ്ബണ്ട് അതല്ല, ഖബരിയായ നിസ്ബയല്ല. അല്ലെങ്കിൽ ഖബരിയായ നിസ്ബ തന്നെയാണ്, അവിടെ ഇദാൻ ഉണ്ടായിട്ടില്ല. ഇങ്ങനെയൊക്കെ വരുന്ന രൂപത്തിൽ തസവ്വുറുൻ സാദജുൻ, അത് തസവ്വുർ സാദജാണ് എന്നാണ്. ഇല്ലക്ക് കുറച്ച് കൂടുതൽ വിശദീകരിക്കാനുണ്ട്. വഹാദാ യശ്മലു മാ ലം യകുൻ ഫീഹി നിസ്ബത്തുൻ താമത്തുൻ ഖബരിയത്തുൻ സവാഉൻ കാന ലം യകുൻ ഫീഹി നിസ്ബത്തുൻ അസ്ലൻ ഔ കാനത്ത് വലം തകുൻ ഖബരിയത്തുൻ. ഹാദാ യശ്മലു, ഇത് ഉൾപ്പെടുത്തും. ഇല്ലാ ഫതസവ്വുറുൻ സാദജുൻ എന്നത് ഉൾപ്പെടുത്തും മാ ഒന്നിനെ,
ഒരു ഇൽമ് അല്ലെങ്കിൽ ഒരു ഹാദിറു എന്തൽ മുദ്രിക്കിനെ, എങ്ങനത്തെ ഹാദിറുൻ എന്തൽ മുദ്രിക്കാൻ ലം യക്കുൻ ഫീഹി നിസ്ബത്തുൻ താമ, ഇത് നിസ്ബത്തുൻ താമേ ഇല്ല, അങ്ങനത്തെ ഒന്നും ഉൾപ്പെടുത്തും. ഏതുപോലെ ഗുലാമു സൈദിനൊക്കെ പോലെ നിസ്ബത്തുൻ താമല്ല, ഖബരിയത്തുൻ ഖബരിയ. ഖബരിയ താമ നിസ്ബല്ല എന്ന് പറയുമ്പോൾ അതിൽ രണ്ട് കോലം വിട്ട്, ഒന്നിക്കൽ തീരെ നിസ്ബല്ല, അപ്പോഴും പറയാം ഖബരിയ താമ നിസ്ബല്ല, അല്ലെങ്കിൽ നിസ്ബുണ്ട് പക്ഷേ ഖബരിയത്തല്ല, ഖബരിയ താമ നിസ്ബല്ല. അതാ പറഞ്ഞ സവാഉലം യക്കുൻ ഫീഹി നിസ്ബത്തുൻ അസ്ലൻ, അതിൽ തീരെ നിസ്ബ ഇല്ലാതിരിക്കട്ടെ, ഔകാനത്ത് അല്ലെ നിസ്ബ ഉണ്ടായി വലം തക്കുൻ ഖബരിയത്തൻ, അത് ഖബരിയത്തായില്ല, അതിനൊക്കെ ഉൾപ്പെടുത്തി. വമാ യക്കുനു തിൽക്ക വലം യക്കുൻ ഫീഹി അൽ ഇദ്ആനു, വമാ ഒന്നിനെയും ഉൾപ്പെടുത്തും. യക്കുനു ഫീഹി അതിലുണ്ടാകും തിൽക്ക, ആരുണ്ടാവും? ഖബരിയായ താമായ നിസ്ബ തന്നെ ഉണ്ടാവും. വമാ യക്കുനു ഫീഹി തിൽക്ക വലം യക്കുൻ ഫീഹി അൽ ഇദ്ആനു, അതിലാരുണ്ടായില്ല, ഇദ്ആൻ ഉണ്ടായില്ല, അങ്ങനത്തെ ഒന്നിനെയും ഉൾപ്പെടുത്തും. അതൊക്കെ അറിയപ്പെട്ട് തസവ്വുർ സ്ഥാപിക്കപ്പെട്ട്, ഏതുപോലെ കമാഫി സൂറത്തി തഖീല് വശക്കി വൽ വഹമി, തഖീല്, ശക്ക്, വഹ്മ് എന്നിവയുടെ സൂറത്തുകളിലുള്ളതുപോലെ അവിടെ നിന്ന് എന്തില്ല, ഖബരിയാത്താമാനിസ്ബനെ ഇദ്ആന്റെ രൂപത്തിൽ മനസ്സിലാക്കലില്ല. അപ്പൊ അതൊക്കെ തസവ്വുറിലാണ് വിടുക. വഹുമാ തസവ്വുറും തസ്ദീഖുമാകുന്നത് നൗആനി മുതബായിനാനി, വിരുദ്ധമായ രണ്ട് ഇനങ്ങളാണ്. മിനൽ ഇദ്റാക്കി, ഇദ്റാക്കിൽ നിന്നുള്ള മുതബായിനായ രണ്ട് ഇനങ്ങളാണ് തസവ്വുർ തസ്ദീഖ് എന്ന് പറയുന്നത്. ലറൂറത്തൻ, ബദാഹത്ത് കൊണ്ട്, അത് ഇദ്റാക്കിൽ നിന്നുള്ള മുതബായിനാനിയായ ഇനങ്ങളാണ് എന്നത് തെളിവിലേക്ക് ആവശ്യമില്ല, അത് റുരിയായ സംഗതിയാണ്. ഹാദൽ കലാമ്, ഈ കലാമ് യുഫീദു ഫായിദ ഒപ്പിക്കും, ഫായിദത്തൈനി രണ്ട് ഫായിദയെ ഫായിദപ്പിക്കും. ഹാദൽ കലാമ്, മുസന്നിഫിന്റെ ഈ കലാമ്, ഇത് വഹുമാ നൗആനി മുതബായിനാനി മിനൽ ഇദ്റാക്കി എന്ന മുസന്നിഫിന്റെ കലാമ് യുഫീദു, അത് ഫായിദപ്പിക്കും, ഫായിദത്തൈനി രണ്ട് ഫായിദപ്പിക്കുന്നുണ്ട്. ഇതിന് രണ്ട് ഫായിദ കിട്ടുന്നുണ്ട് ഈ ഭാഗത്തുനിന്ന്. ഏതാണത്? അലൂല, ഒന്നാമത്തത് അന്ന തസ്ദീഖ് എന്ന് പറയുന്നത് കൈഫിയത്തുൻ ഇദ്റാക്കിയത്തുൻ, അതൊരു ഇദ്റാക്കിയായ കൈഫിയത്താണ്. ഇദ്റാക്ക് വകുപ്പപ്പെട്ട, മനസ്സിലാക്കൽ വകുപ്പപ്പെട്ട ഒരു കൈഫിയത്താണ്. പിന്നാര് തസ്ദീഖ് എന്ന് പറയുന്നത്. ഇതാണ് ഒരു ആശയം മനസ്സിലായത്. കാരണം വഹുമാ നൗആനി മുതബായിനാനി മിനൽ ഇദ്റാക്കി എന്നുള്ളത് പറഞ്ഞത്. അപ്പൊ ഇദ്റാക്കിൽപ്പെട്ട രണ്ടിനങ്ങളാണ്. അപ്പൊ ഇദ്റാക്കാണ് തസവ്വുറും തസ്ദീഖും എന്ന് വരും. വൽ മുസന്നിഫ് റഹിമഹുല്ലാഹ് അഹാല ഏൽപ്പിച്ചു, ഇല ദറൂറത്തി കിലൈഹിമ, രണ്ട് വാദവും, അത് മുതബായിനാനിയ രണ്ടിനങ്ങളാണ് എന്ന വാദവും, പിന്നെ കൈഫിയത്തുൻ ഇദ്റാക്കിയത്താണ് തസ്ദീഖ് എന്ന വാദവും, രണ്ടിനെയും കുറ്റിയാരി ഏൽപ്പിച്ചു. ഇല ദറൂറത്തി, ദറൂറത്തിലേക്ക് എന്ന് പറഞ്ഞാല് ദറൂറത്തൻ എന്ന് പറഞ്ഞല്ലോ, ആ രണ്ട് സംഗതിയും ദറൂറത്ത് കൊണ്ട് സുബൂത്തായതാണ്, ദലീലിലേക്ക് ആവശ്യമില്ല എന്നർത്ഥം. ബയാനുൽ ഊല, ഒന്നാമത്തതിന്റെ ബയാൻ. ഒന്നാമത്തെ ഏതാണ്? പിന്നെ കൈഫിയത്തുൻ തസ്ദീഖ് എന്ന് പറയുന്ന കൈഫിയത്തുൻ ഇദ്റാക്കിയത്താണ്, ഇദ്റാക്ക് വകുപ്പപ്പെട്ട ഒരു കൈഫിയത്താണ് ഇൽമ് എന്നതാണ് ഒന്നാമത്തെ മശാരിഹിന്റെ ഇത്, ആദ്യത്തെ വാദം. കാര്യണ്ടല്ല മുസന്നിഫിന്റെ എന്ത്
അന്നല്ലൂല ബയാനുല്ലൂല അത് മറ ആനിഫൻ, അതിപ്പോൾ അടുത്ത് കഴിഞ്ഞുപോയി. ഇനി ബയാൻ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. തൊട്ടുമ്പത്തെ പേജിലെ ചർച്ച അവിടെ അതായിരുന്നല്ലോ. ഇദ്റാക്ക് ആരാണ്? ഇദ്ആന് ആരാണ്? ഇദ്റാക്കാണോ അല്ലേ? അവിടെ കൈഫിയത്തുൻ ഇദ്റാക്കിയത്താണോ എന്നൊക്കെ വിശദീകരിച്ചിട്ടുണ്ട്. ഇനി രണ്ടാമത്തത് എന്താ? സാനിയുടെ മേൽ ചിലപ്പോൾ ഇസ്തിലാൽ ചെയ്യപ്പെടും, അഥവാ രണ്ടും മുത്തബായിനാനിയായ കൈഫിയത്താണ് എന്നതാണ് രണ്ടാമത്തെ വാദം. അതിന്റെ മേൽ ചിലപ്പോൾ തെളിവ് പറയപ്പെടും. ഫിൽ മഷ്ഹൂറിൽ, അതായത് മഷ്ഹൂറായ ഇസ്തിലാലിനനുസരിച്ച് അതിന്റെ മേൽ ദലീൽ പറയപ്പെടും. എന്ത്? ബിഅന്ന ലികുല്ലി വാഹിദിൻ മിൻ മാഹിയത്തി തസവ്വുരി വത്തസ്ദീഖ്, തസ്ദീഖ് തസവ്വുർ രണ്ടിന്റെ മാഹിയത്തിൽ നിന്ന് ഓരോന്നിനുമുണ്ട്. ലികുല്ലി വാഹിദിൻ മിൻ മാഹിയത്തി തസവ്വുരി വത്തസ്ദീഖ്, തസവ്വുർ തസ്ദീഖിന്റെ മാഹിയത്തിൽ നിന്ന് ഓരോന്നിനുമുണ്ട്. ലവാസിമ ഖാസത്തൻ, പ്രത്യേകം ലാസിമുകളുണ്ട്. മുനാഫിയത്തൻ, എതിരായ ലവാസിമി ലവാസിമു ഉഖറ, മറ്റു മാഹിയത്തുകളുടെ ലാസിമുകളോട് ഉഖറന്റെ ലാസിമുകളോട്, മറ്റേ മാഹിയത്തിന്റെ ലാസിമുകളോട് എതിരായ ആരുണ്ട്? ഖവാസുണ്ട്, ലാസിമുകളുണ്ട്. എന്ന് പറഞ്ഞാൽ തസ്ദീഖിന് കുറെ ലാസിമുകളുണ്ട്, അതാർക്കില്ല? തസ്ദീഖിന് കുറെ ലാസിമുകളുണ്ട്, തസവ്വുറിനില്ല. തസവ്വുറിന് കുറെ ലാസിമുകളുണ്ട്, അതാർക്കില്ല? തസ്ദീഖിനുമില്ല. അപ്പോ ഒന്നിനില്ലാത്ത ലാസിമുകൾ മറ്റേനുണ്ട്. അങ്ങനെ ലാസിമുകൾ തനാഫിയാവുമ്പോ തനാഫിൽ ലവാസിമി, ലാസിമുകളുടെ എതിരാകൽ യദുല്ലു, അത് അറിയിക്കും. അലാ തനാഫിൽ മൽസൂമാത്തി, മൽസൂമാത്തിന്റെ തനാഫിന്റെ മേൽ അറിയിക്കും. ഇല്ല അങ്ങനെ അല്ലെങ്കിൽ രണ്ടും പരസ്പരം തനാഫിണ്ടാവും. ലാസിമു തനാഫിയാവുമ്പോൾ മറ്റേത് മൽസൂമു തനാഫിയാകുന്നില്ലെങ്കിൽ യൽസമു ഇജ്തിമാഉൽ മുത്തനാഫിയൈനി, മുത്തനാഫിയായ രണ്ട് വസ്തുക്കൾ പിന്നെ ഒരുമിച്ച് കൂടൽ ലാസിമാകും. അത് പാടില്ലല്ലോ എന്നതുകൊണ്ട് തെളിവ് പിടിക്കപ്പെടും. എന്തിന്റെ മേൽ? രണ്ടും മുത്തബായിനാനിയായ ഇനങ്ങളാണ് എന്ന്. ഇതിപ്പോ മഷ്ഹൂറായ ഇസ്തിലാലാണ്. എന്നാ ഈ ദലീലിന് ഇസ്തിലാലിന് അതുപോലെ തന്നെ ഒരു മൻഉണ്ട് എന്ന് പറയുന്നത്. ഫീഹി ഇസ്തിലാലുണ്ട് മൻഉ മഷ്ഹൂറിൻ, മഷ്ഹൂറായ പ്രസിദ്ധമായ ഒരു മൻഉണ്ട്. ഐദൻ വീണ്ടും എന്താ മൻഉ? ബി അന്ന ലവാസിമ, ലാസിമുകൾ യജൂസു അൻ യകൂന ലവാസിമ സിൻഫി, ലാസിമുകൾ സിൻഫുകളുടെ ലാസിമുകളാകൽ ജായിസാണല്ലോ. അപ്പൊ പിന്നെ എന്താണ്ട മുത്തനാഫിയായ നവ് രണ്ടും ആവേണ്ട ആവശ്യമില്ലല്ലോ. ഏതുപോലെ ഇപ്പോ ഇൻസാന് എന്ന നൗവിൽപ്പെട്ട തന്നെ ആണിന് കുറെ എന്തുണ്ട്? അതിലൊരു സിൻഫാണ് ആണ്, അതിന് കുറെ ഔസാഫ് പിന്നെ ലവാസിമുകളുണ്ട്. റജിലിന് കുറെ ഉണ്ട്, ആർക്കുണ്ട്? സ്ത്രീക്ക് വേറെ കുറെ ഉണ്ട്. അപ്പൊ ഈ രണ്ട് സിൻഫ് എന്ന നിലക്ക്, ഇൻസാന് എന്ന നൗഇൽ നിന്ന് രണ്ട് സിൻഫ് എന്നുള്ള നിലക്ക് അതിന്റെ മേൽ എതിര് വരുന്നുണ്ടല്ലോ. അപ്പൊ സിൻഫിന്റെ ലാസിമുകളായാ പോരെ? അപ്പോ രണ്ടും രണ്ട് നൗആന്ന് വരൂലല്ലോ. ലാസിമുകൾ പരസ്പരം എതിരായാൽ അത് രണ്ടും രണ്ട് നൗആണെന്ന് ഫായിദിപ്പിക്കുന്ന മേലെ പറഞ്ഞത്. അതില്ല, ഈ സിൻഫിന്റെ ലാസിമുകളാവുമ്പോൾ അത് തനാഫിയാനി ആയതുകൊണ്ട് നൗ രണ്ടാണെന്ന് വരൂലല്ലോ. ഈ റജുലിനും ഉൻസക്കും രണ്ട് ലവാസിമുകളുണ്ട്, അതേ സമയത്ത് രണ്ടും നൗ ഇൻസാൻ എന്ന നൗ എന്നാണല്ലോ. അപ്പൊ നൗ മുത്തബായിനാനിയ നൗ ആണ് എന്നത് ഈ പറഞ്ഞതുകൊണ്ട് സ്ഥിരപ്പെടൂല. തനാഫിയായ ലാസിമുകളുണ്ട് എന്നതുകൊണ്ട്
രണ്ട് നൗ ആണ് എന്ന് സ്ഥിരപ്പെടൂല. അത് സിൻഫിന്റെ ലാസിമുകളായാൽ മതിയല്ലോ. ഫൽ മൽസൂമാത്തു യജൂസു അൻ യകൂന മുത്തനാഫിയത്തൻ. അപ്പൊ മൽസൂമുകൾ ആവൽ ജായിസാവും, മുത്തനാഫിയത്തൻ തനാഫിയുള്ളതാകൽ ജായിസാവും. സിൻഫാൽ തനാഫിയുള്ളതാവൽ ലാസിമാവും. നൗആൽ തനാഫിണ്ടെന്ന് വരൂല എന്ന് വെച്ചൂടെ? അപ്പോ രണ്ടും മുത്തബായിനാനിയായ നൗ ആണ്, മുത്തബായിനാനിയായ നൗ ആണ് എന്ന് മുസന്നിഫ് പറഞ്ഞതിന് ദലീല് പറഞ്ഞു. കാരണം രണ്ടിനും മുത്തനാഫിയായ ലവാസിമുകളുണ്ട്. ലവാസിമു തനാഫിയാകുമ്പോൾ രണ്ടും ഇജ്തിമാ ഉണ്ടാവൂല. അതിന്റെ മേൽ മന്ന് പറഞ്ഞു ഇല്ല, രണ്ടിന്റെ മുത്തനാഫിയായ ലവാസിമുണ്ടെങ്കിൽ രണ്ടും മുത്തബായിന നൗ ആയിക്കൊള്ളില്ല. ഒരേ നൗ ആവലോടുകൂടെ തന്നെ മുത്തനാഫിയാനിയായ ലവാസിം ഉണ്ടാകാം. കാരണം ആ ലവാസിം ആരുടേതായാൽ മതി, സിൻഫിന്റെ ലവാസിമായ മതി. അപ്പോ എതിരാവലോടുകൂടെ നൗ ഒന്നാകാം. ഇനി ആ മൻഇന് ഷാരി മറുപടി പറയാം. ആ മന്ന് ശരിയല്ല, അഥവാ സിൻഫിന്റെ എന്തല്ല ലവാസിമല്ല, നൗഇന്റെ തന്നെ ലവാസിമു ആണ് ആർക്കുള്ളത്? ഈ തസവറിനും തസ്ദീഖിനും ഉള്ളത്. അപ്പൊ നൗഇയായ ലവാസിമു തനാഫി ആകുമ്പോൾ എന്തായിരുന്നാലും രണ്ട് മുത്തനാഫിയായ നൗകളാണെന്ന് വരും. അഖൂലു ഞാൻ പറയാം, മിനൽ ലറൂരിയാത്തിൽപ്പെട്ടതാണ്, ലറൂരിയായ കാര്യങ്ങൾപ്പെട്ടാണ്, ബദിഹിയായ കാര്യങ്ങൾപ്പെട്ടതാണ്. എന്ത്? അന്ന തസ്ദീഖാകുന്നത് ബി മാഹിയത്തിഹി, ആ തസ്ദീഖിന്റെ മാഹിയത്ത് കൊണ്ട്. തസ്ദീഖിന്റെ മാഹിയത്ത്, തസ്ദീഖ് എന്താണോ അത്. അയ്യമ്മാക്കാനത്ത്, ആ മാഹിയത്ത് എന്തുമാകട്ടെ. തസ്ദീഖ് എന്ന് പറഞ്ഞാൽ ഇദാനുൽ നിസ്ബത്തിൽ ഖബരിയത്ത് എന്ന് പറഞ്ഞാലും ഇത്ഖാദുൽ നിസ്ബത്തിൽ ഖബരിയത്ത് എന്ന് പറഞ്ഞാലും എന്ത് അതിന്റെ നിർവചനം പറഞ്ഞാലും തസ്ദീഖാകുന്ന യസ്തൽസിമു, അതിൽ ആദ്യമാക്കും അയ്യതഅല്ലഖ, ആ തസ്ദീഖ് ബന്ധിക്കലിനെ ബി മുതഅല്ലഖിന്, ഒരു മുതഅല്ലഖിനോട്. തസ്ദീഖിന് ഒരു മുതഅല്ലഖ് വേണമല്ലോ. നിസ്ബത്തുൽ ഖബരിയത്തിനെ ഇദാൻ ചെയ്യലായാൽ അപ്പൊ തസ്ദീഖ് ബന്ധിക്കുന്ന നിസ്ബത്തുൽ ഖബരിയത്തിനോടാ. അപ്പൊ എന്തെങ്കിലും ഒരു മുതഅല്ലഖിനോട് തഅല്ലുഖാകണം ആര്? തസ്ദീഖ്. യൽസമു യകൂന ബി മുതഅല്ലഖിൻ, എങ്ങനത്തെ മുതഅല്ലഖ്? യൽസമു യകൂന നിസ്ബത്തുൽ ഖബരിയത്തു, നിസ്ബത്തുൽ ഖബരിയാകും മുഅ്തബറത്തൻ ഫീഹി, ആ മുതഅല്ലഖിൽ ഇത്തിബാർ ചെയ്യപ്പെട്ടാവും. അപ്പൊ നിസ്ബത്തുൽ ഖബരിയത്ത് പരിഗണിക്കപ്പെട്ട ഒന്നിനോടെ തസ്ദീഖ് തഅല്ലുഖാവുള്ളൂ. തസ്ദീഖിന് നിങ്ങൾ എന്ത് മാന പറഞ്ഞാലും. അതേ സമയത്ത് വത്തസവ്വുറു, തസവ്വുറാകുന്നത് മിൻ ഹൈസു മാഹിയത്തുഹു, അതിന്റെ മാഹിയത്തിന്റെ ഭാഗത്ത് കൂടെ ലാ യസ്തൽസിമു, അതിൽ ആസിമാക്കൂല ദാലിക, അതിനെ അതിന്റെ മുതഅല്ലഖ് നിസ്ബത്തുൽ ഖബരിയ ഇത്തിബാർ ചെയ്യപ്പെട്ടതാകനെ ലാസിമാക്കൂല. ഇങ്ങനെ രണ്ട് വ്യത്യാസം രണ്ടും തമ്മിലുണ്ടല്ലോ, നിസ്ബത്തുൽ ഖബരിയ ഉള്ളതും ഇല്ലാത്തതും. ഇത് രണ്ടും രണ്ട് ലവാസിമ. ഈ രണ്ട് ലവാസിമ് എന്ത് ലവാസിം തന്നെയാണ്? തനാഫിയുള്ള ലവാസിമാണ്. അത് നൗഇന്റെ ലവാസിമല്ല, മറിച്ച് സിൻഫിന്റെ ലവാസിമല്ല, മറിച്ച് മാഹിയത്തിന്റെ നൗഇന്റെ ലവാസിം തന്നെയാണ്. അപ്പൊ രണ്ടും നൗആനി മുത്തബായിനാനിയാണെന്ന് കിട്ടും. ഫലാ ശുബ്ഹത, ശുബ്ഹയില്ല ഹീന, ഇതിനാത്ത സമയത്ത് തനാഫിൽ ലവാസിമി, ലാസിമുകൾ തനാഫിയാകൽ ആകുന്നതിലെന്തില്ല? ശുബ്ഹല്ല. രണ്ടും ഒന്ന് നിസ്ബത്തുൽ ഖബരിയത്തുള്ളൂ, മറ്റില്ലാത്തു. അപ്പൊ രണ്ടും രണ്ട് തന്നെയാണല്ലോ, തനാഫിൽ തന്നെയാണല്ലോ. വക്കഥ, അപ്രകാരം എന്തില്ല? ശുബ്ഹയില്ല ഫി കൗനിഹ, ലാസിമുകൾ ആകുന്നതിൽ ലവാസിമൽ മാഹിയത്തി, മാഹിയത്തിന്റെ ലാസിമുകൾ ആകുന്നതിലും ശുബ്ഹയില്ല. അപ്പോ ലാസിമുകൾ ഉണ്ടവിടെ, അത് മാഹിയത്തിന്റെ ലാസിമുകളാണ്. ആ ലാസിമുകൾ പരസ്പരം തനാഫിണ്ട് താനും. അപ്പൊ അങ്ങനെ തനാഫിണ്ടാകുമ്പോൾ അത് രണ്ടും രണ്ട് മാഹിയത്താണ്, രണ്ട് ആണെന്ന് കിട്ടും. ഫസബത്തൽ മത്ലൂബു ബിലാ കുൽഫ, അതപ്പോൾ പ്രയാസമേതുമില്ലാതെ മത്ലൂബ് സ്ഥിരപ്പെട്ടു. വദർക്കുൽ മാഹിയത്തിൽ ഖാരിജിയത്തി ബികുൻഹിഹ യജൂസു അൻ യകൂന മിനൽ മുസ്തഹീലാത്തി. അത് പിന്നെ വേറൊരു ഇഷ്കാലിന് മറുപടിയാണ്. അതായത് ലവാസിമു തനാഫിയാകൽ കൊണ്ട് എന്തിനാണ് തസവ്വുർ തസ്ദീഖ് രണ്ട് മുത്തനാഫിയ നൗ ആണെന്ന് ഇസ്ബാത്താക്കിയത്? പിന്നെന്ത് പറഞ്ഞ പോരെ? രണ്ടും രണ്ട് മാഹിയത്താന്ന് പറഞ്ഞ പോരെ? ലവാസിമു പറയണ്ടല്ലോ.
തസവ്വുറിന്റെയും തസ്ദീഖിന്റെയും മാഹിയത്തിലുണ്ടാന്ന് പറഞ്ഞാൽ പോരെ എന്നതിന് മറുപടി പറയാണ്, മാഹിയത്തുകൾ തമ്മിൽ മാഹിയത്തുകളെ ഇതാക്കിയൽ അത് അസംഭവ്യമാകും. വദർക്കുൽ മാഹിയത്തിൽ ഖാരിജിയത്തി, ഖാരിജിയായ മാഹിയത്തുകളെ അറിയൽ. വദർക്കുൽ മാഹിയത്തിൽ ഖാരിജിയത്തി, ഖാരിജിയായ മാഹിയത്തുകളെ മനസ്സിലാക്കൽ ബികുനിഹി, അവിടെ കുന്നുകൊണ്ട് മനസ്സിലാക്കൽ. യജൂസു യകുനു മിനൽ മുസ്തഹീലാത്തി, അത് മുസ്തഹീലാത്തിൽപ്പെട്ടതാകൽ ജായിസാവും. പിന്നെ എങ്ങനെ അതിനറിയാൻ പറ്റുള്ളൂ? ഇന്നമാ സബീലു ഇസ്ബാത്തി തനാഫിഹ, അവയുടെ തനാഫി ഇസ്ബാത്താക്കുന്നതിന്റെ വഴി എന്താണ്? ബിദർക്കി തനാഫി ലവാസിമിഹ, ലാസിമുകൾ തനാഫിയാകലുകൊണ്ട് മനസ്സിലാക്കൽ തന്നെയാണ്. കൊണ്ട് ബിൽ ബുർഹാനി, പല തെളിവുകളെ കൊണ്ട്. വഹാദ ത്വരീഖു മൗജൂദുൻ ഹാഹുനാ അയ്ളൻ, വഹാദ ത്വരീഖു, ഈ ത്വരീഖ് അഥവാ ലവാസിമ് തബായിനാവലുകൊണ്ട് മാഹിയത്തുകൾ തമ്മിൽ തബായിനുണ്ട് എന്ന് ഇസ്ബാത്താക്കുന്ന ഈ ത്വരീഖ് മൗജൂദുൻ, എത്തിക്കപ്പെട്ടതാണ് ഹാഹുന, ഇവിടെ തസവ്വുർ തസ്ദീഖിന്റെ അടുക്ക്. ബില്ലറൂറത്ത് എത്തിക്കപ്പെട്ടതാണ്. ഐലൻ വീണ്ടും എന്ന് പറഞ്ഞാൽ മുസന്നിഫ് പറഞ്ഞതുപോലെ തന്നെ രണ്ട് മുത്തബായിനാനിയാണ് എന്നത് ദറൂറത്ത് കൊണ്ടാണെന്ന് മുസന്നിഫ് പറഞ്ഞ പോലെ. അപ്പൊ പിന്നെ ഈ വാദം തന്നെ ദറൂരിയാണെന്ന് വന്നില്ലേ? അഥവാ തസവ്വുർ തസ്ദീഖിന്റെ അടുക്ക് നൗഇയായ തബായിന് ഉണ്ട് എന്നത് ദറൂരിയാണ് എന്ന് പറഞ്ഞാൽ പോരെ? ആ വാദം തന്നെ ദറൂരിയായ സംഗതിയാണ്, ദലീലിന് ആവശ്യമില്ലാത്ത ദറൂരിയാണ് എന്ന് പറഞ്ഞാൽ പോരെ എന്നൊരു ഇഷ്കാലും മറുപടി പറയാം. ആ വാദം ദറൂരിയാണെന്നല്ല പറഞ്ഞത്, വാദം നദരി തന്നെയാണ്, അതിന്റെ ദലീല് ദറൂരിയാണെന്നേ പറഞ്ഞിട്ടുള്ളൂ എന്നാ പറയുന്നത്. ലായുക്കാലു പറയപ്പെടൂല ഹാദ, ഇത് ഈ ഇസ്തിദ്ലാല് യഊലു, അഥവാ ദറൂറത്ത് കൊണ്ട് പിന്നെ ഈ ഇവിടെ എന്തുണ്ട് തലാസുമ് ലവാസിമ് തമ്മിൽ തബായുണ്ട് എന്ന, അതുകൊണ്ട് ഇത് രണ്ടും തമ്മിൽ തബായുണ്ട് എന്ന് വരും എന്ന ഈ ഇസ്തിദ്ലാല് യഊലു, അത് ചെന്നു ചേരും ഇലാ ദഅവ ദറൂറത്തി, ദറൂറത്തിനെ വാദിക്കലിലേക്ക്. ഇത് രണ്ടും തമ്മിൽ തബായുണ്ട് എന്നത് ദറൂരിയാണ് എന്ന വാദത്തിലേക്ക് ചെന്നു ചേരുമല്ലോ. ഫല്യുക്തഫ ബിഹി, അപ്പോ അതുകൊണ്ട് മതിയാക്കപ്പെടട്ടെ. ഏതുകൊണ്ട്? ദഅവ ദറൂറത്തിനെ വാദിക്കൽ കൊണ്ട് മതിയാക്കപ്പെടട്ടെ. അവലൻ, ആദ്യം തന്നെ. എങ്ങനെ? ബിഅൻ അത്തബായുൻ നൗഇയ്യു ബൈനഹുമാ ദറൂരിയുൻ, ഇത് രണ്ടിന്റെ അടുക്ക് നൗഇയായ തബായുനുണ്ട് എന്ന് ദറൂരിയാണ് എന്ന് പറഞ്ഞാൽ പോരെ? ആദ്യം തബായുനുണ്ട് എന്ന് പറഞ്ഞ് പിന്നെ അതിന് ദലീല് പറയേണ്ട ആവശ്യമില്ലല്ലോ, എന്നിട്ട് അത് ദറൂറത്താണെന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ എന്ന് പറയപ്പെടൂല. ലഅന്നാ നഖൂലു, കാരണം നമ്മൾ പറയും ഹാദ, ഇത് ഏത് തലാസുമ് ലവാസിമ് തമ്മിൽ തനാഫി ഉണ്ട് എന്നത് ദറൂറത്ത് കൊണ്ടാണ് എന്ന വാദം ദഅവ ദറൂറത്തി ഫിൽ മുഖദ്ദിമാത്തി, മുഖദ്ദിമാത്തിലുള്ള ദറൂറത്തിന്റെ ദിയലാണ്, വാദിക്കലാണ്. അഥവാ മുഖദ്ദിമാത്ത്, ദലീലിന്റെ മുഖദ്ദിമകൾ ദറൂരിയാണ്, ദറൂറത്താണ് എന്ന വാദമേ ഇവിടെ വരുന്നുള്ളൂ. അതുകൊണ്ട് മത്ലൂബ് ആരാണ് ദറൂറത്താണ് എന്ന് വരൂല. ഫലാ യസ്തൽസിമു ദറൂറത്തൽ മത്ലൂബി, അപ്പൊ മത്ലൂബ് ദറൂരിയാകലിനെ, മത്ലൂബിന്റെ ദറൂറത്തിനെ അത് ലാസിമാക്കൂല. മത്ലൂബ് അപ്പോൾ അവിടെ തന്നെയാണ്, നദരി തന്നെയാണ്, അതിന് ദലീൽ ആവശ്യമുണ്ട്. പക്ഷെ ആ ദലീലിന്റെ മുഖദ്ദിമാത്തൊക്കെ ആരാണ്? ദറൂരിയാണ് എന്നേ പറഞ്ഞതിനർത്ഥമുള്ളൂ എന്ന്. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.